ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ്സ. അപ്പോൾ നമ്മളിന്ന് എവിടെ പോവാണ്? കാരിമൽ ഫെസ്റ്റിവൽസിൽ ഇവിടെ ഐഡിയ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ മാനസയുടെ പ്രോഗ്രാം ഉണ്ട്, ഡാൻസ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, രണ്ടെണ്ണമുണ്ട്, സ്റ്റേജ് പെർഫോമൻസ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ കാണാം, വാച്ച് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇറങ്ങുപോയി. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ലാസ്റ്റ് ഇയർ ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പ്രോഗ്രാം നമുക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വാച്ച് ചെയ്യാം. എന്തായാലും നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ബാക്കി അവിടുത്തെ കാഴ്ചയൊക്കെ നമുക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 7 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ സമയം 6:51 ഐഡിയൽ സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കണേ. ഇന്ത്യൻ ICC കാർണിവൽ ഫെസ്റ്റിവലാണ് നടക്കണേ 2025. സോ ഇന്നാണ് സ്റ്റാർട്ടിങ്, നാളെ ഉണ്ട് 15th 16th ആണ്. 15th 16th ആണ് പ്രോഗ്രാം. സോ എനിക്ക് 2 പ്രോഗ്രാം ഉണ്ട്, ബാക്ക് സിംഗർ പ്രോഗ്രാമാണ്. സോ അതൊക്കെ നിങ്ങൾ കാണും. ഇപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് എത്ര മണിക്കാണെന്ന് അറിയില്ല. ഇപ്പോൾ പോയൊന്ന് ഗ്രീൻ റൂം അങ്ങനെയാണ് പോകുന്നത്. സോ ഹായ് പറയൂ പാപ്പ. എവിടെയും കൂടെ അങ്ങനെ ഇപ്പം നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഗെറ്റ് ഇൻസൈഡ്. ഞാനപ്പോൾ അതിൽ കൂടെ കയറാം. അവൾ ഫ്രണ്ടിൽ എന്താ നമ്മളിപ്പം ഐഡിയൽ സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി. നമ്മളിപ്പോൾ ഐഡിയൽ സ്കൂളിലെത്തി. ആര് വരെ പോളാം. യെസ് ഗൈസ്, ഐഡിയൽ സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി. കാണാം. And tonight, we bring that magic to ICC Carnival. ഡിസംബറിൽ വെക്കാൻ ചായ മേടിച്ചു. Well, I would request Manishi to felicitate Dr. Mehta. Even there are thousands of organizations. Though the unique structure of the cultural organization ICC as well as other epic bodies is very unique. And in embassy we feel really happy that we have such a unique set of epic bodies and underneath the associate organizations who help us to reach out to each and every Indian. ചുട്ടൊരു വഴിയായി ഗൈസ്. എൻ്റെ അവസ്ഥ കണ്ടോ? ഇതാണ് നേരം ഫുഡിന് വന്നതാ. വീശാൻ ഉപയോഗപ്പെട്ടു. ഇത് രക്ഷയില്ല കേട്ടോ. നല്ല ചൂട്. വീശിൽ കൂടെ അതിൽക്കും മേലെ വേർക്കുക ചെയ്യണം. And when I actually came to Doha, at that time also I started having same feelings. But in Doha, and so again I would like to say that. വെള്ളം കിട്ടിയ സന്തോഷത്തിൽ ശരിക്കും
ഫ്രണ്ട്സിക്ക് കൊടുത്ത സ്നാക്സാണ്. അത് ഇരുന്നടിക്കുന്നത് അമ്മയാണ്. സൂപ്പർ പ്ലം കേക്ക് അവൾക്ക് കൊടുത്തതാട്ടോ. പറയാം അത് നല്ല പോളിങ് കഴിഞ്ഞിട്ടാണ്. ഭയങ്കര പ്ലം കേക്ക് ഭയങ്കര കേക്കാണ്. നല്ല പ്ലം കേക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇതിൽ എനിക്ക് ഞാനിങ്ങനെ വാച്ച് ചെയ്യുമ്പോഴേ ഇവിടെ പാർട്ടിസിപ്പൻസൊക്കെ സ്നാക്സ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്നാക്സ് കഴിച്ചത് ഒന്നെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് തന്നു വന്നത് വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം. ഇവിടെ ഒരുപാട് പേര് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവരെന്താണ് സാധ്യത നോക്കിയിട്ട് അവർ ചുമ്മാ അവിടെ തുറന്ന ടേബിൾ വെച്ചിട്ട് ഇഷ്ടംമാതിരി എത്ര അതിനുള്ളിൽ ഞാൻ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പഞ്ചാബി സമോസ വേണം, വെജ് സമോസ, ഒരു പ്ലം കേക്ക്, 1 ലഡു വേണം. ഇതെല്ലാം നല്ല എന്താ പറയുക, നിങ്ങൾക്ക് ഒന്നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വിശക്കുന്ന സമയത്ത് കഴിച്ചാലും മതി. ഇല്ലെങ്കിൽ നമ്മൾ അതിന് കോൺസെപ്റ്റ് ഏതെങ്കിലും ലേബേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യണം. ഖത്തറിൽ നാട്ടിലാണെങ്കിൽ നമുക്ക് പശുവിനോ വല്ല എന്തെങ്കിലും മിണ്ടാപ്രാണികൾക്ക് നമുക്ക് ഒരു തെങ്ങിൻ്റെ അടിയിൽ എവിടെയെങ്കിലും നമുക്ക് വെച്ച് കൊടുത്താൽ അത് കഴിച്ചിട്ട് ഇവിടെ നമുക്കത് സാഹചര്യം ഇല്ല. അതുകൊണ്ട് ഞാനൊക്കെ ചെയ്യാറുള്ളത് ഇങ്ങനെ ഏതെങ്കിലും ലേബേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാറിൽ പോയി പാക്ക് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറില്ലാണ് ചെയ്യാറുള്ളത്. ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യാറില്ല. ഒന്നുകിൽ നമ്മൾ കമ്മിയാക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് അഥവാ കുട്ടികളോ ആരെങ്കിലും നമുക്ക് കഴിക്കാൻ അത്രയും ക്വാണ്ടിറ്റി ബാക്കി വന്നാൽ ഞാനത് ഫോയിലാക്കി ഞാനത് കൊടുക്കാറുള്ളതാണ് ഞാൻ ചെയ്യും. ഇവിടെ പോയി എത്ര പേര് അത് കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഫുഡാണ് നിങ്ങൾക്കത് മതി. അറ്റ്ലീസ്റ്റ് പൊതുവേ ഇതെല്ലാവർക്കും അറിയുന്നത് ഫുഡ് വേസ്റ്റ് ആക്കുന്നത് അത് ഒരു പഴഞ്ചൊല്ലി മാത്രമല്ല. ദയവ് ചെയ്ത് ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. അത് നിങ്ങൾ എടുത്തിട്ട് പോകാൻ വീട്ടിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്രയോ ലേബേഴ്സുകാരുണ്ടെങ്കിൽ കാറ് കഴിയുന്നവർ കത്തോടെ തന്നെ കാറ് കഴിയുന്നവരായിരിക്കോ നമ്മൾ വലിയ ഫാമിലിയെ കുറിച്ചുണ്ട്. അവിടെ ഓരോ ഭാഗത്തൊക്കെ കാറ് കഴിയുന്നവരുണ്ട്, ഓരോ ഭാഗത്തും ചിലവർ റോഡിൽ റിപ്പയർ ചെയ്യുന്നവരെ കുറേ ലേബേഴ്സുകാരൊക്കെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ചെയ്യരുത്. എത്ര അതൊരു എമൗണ്ട് ഇറക്കിയിട്ടാണ് അത് അവർ കട്ട് ചെയ്തിട്ട് ഇത്രയും അതിന് പിന്നെ ഹാർഡ് വർക്ക് ഒരുപാടുണ്ട്. ഈ ഡപ്പ വാങ്ങുക, ആ ബോക്സിന് ഒരു എമൗണ്ട് കൊടുക്കണം. പിന്നെ അതിൽ പ്ലം കേക്ക് വാങ്ങിയിട്ട് എത്രയോ കുട്ടികൾക്ക് പ്ലം കേക്ക് വാങ്ങി കട്ടിയിട്ട് ഓരോ പ്ലം കേക്കിന് ഇപ്പോൾ എത്ര വില റിയാൽ കൊടുത്ത് വാങ്ങുമ്പോൾ നാടത്തെ എമൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നല്ലൊരു എമൗണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. എനിക്കതാണ് നിങ്ങളോട് പറയാറുള്ളത്. മക്കളോടും അതെ, വീട്ടിലുള്ളവരും ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇതാണ് ഞാനിപ്പോൾ പാക്ക് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ചെയ്യാം. അവരത് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ഞാനത് പറയുന്നത് ഞാൻ പുകഴ്ത്തി പറയുകയല്ല, പറ്റിയ സാഹചര്യത്തിൽ അത് ഉപകാരപ്പെട്ടോട്ടെ പറഞ്ഞാൽ ഞാനിങ്ങനെ ഫുഡിങ്ങനെ പാക്ക് ചെയ്തിട്ട് ഞാനും മൂപ്പരും കൂടിയിട്ട് ഞങ്ങൾ വീട്ടിലെടുത്ത് വേസ്റ്റ് എടുക്കാൻ വന്നൊരു വണ്ടി വരാറുണ്ട്, ഗാർബേജ്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് പോകുന്ന അവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ആ ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സമയത്ത് 10 മിനിറ്റ് വൈകിട്ട് ഞാൻ കാർ എടുത്തിട്ട് ചുറ്റുപാട് ഏരിയയിൽ ഇവിടെ ഈ ഗാർബേജ് എടുക്കണം പോകുന്ന വേസ്റ്റ് എടുക്കാൻ പോകുന്ന ആ വണ്ടി നമ്മൾ നോക്കി ആ വണ്ടിയുടെ പിന്നാലെ പോയി ആ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരത് സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് അതുപോലെ നിങ്ങൾ എനിക്ക് സങ്കടം വന്നു കണ്ടിട്ട്. എനിക്കത് ഒരുപാട്, അതുകൊണ്ട് ഞാനിപ്പോൾ സ്പോട്ടിൽ ഞാനത് പറയാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഹസ്ബൻഡ് പോലെ ഇതൊന്നും പറയില്ല, എന്തിനാണ് അതൊക്കെ പറയുന്ന ബ്ലോഗ്. പക്ഷേ എനിക്കത് പറയാൻ തോന്നി. എല്ലാവർക്കും ഉപയോഗപ്പെട്ടതിന് ഉപയോഗപ്പെടുക, വേസ്റ്റ് ആക്കരുത് പ്ലീസ് ഫുഡ്. ഓക്കെ, എനിക്ക് അത്ര പറയാനുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ്, നോക്കട്ടെ അതെന്താ ചെയ്ത് നോക്കട്ടെ. നമ്മളിപ്പോൾ വാഷ്റൂമിൽ വന്നിരിക്കണം. ഭയങ്കര ചൂടാട്ടോ, രക്ഷയില്ലാത്ത ചൂടാണ്.
So guys, നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. ഹായ്. നമ്മളിപ്പം ഗാർഡൻ റെസ്റ്റോറൻറ്റ്, ഗൾഫ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. സമയം ഇപ്പം എത്രയുമ? 12:45 ടൈം. ഇനിയിപ്പം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. സോ ഗായ്സ്, നമുക്കപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാനുള്ള ടൈമായി. സമയം 1:10 കേട്ടോ. സമയം 1:15. നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ടയേർഡായി. അപ്പോൾ ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. പ്രോഗ്രാം ഈസ് ഓക്കെ. എല്ലാവരും നല്ല എഫേർട്ടോട് കളിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് കളിച്ചിട്ടുണ്ട്. നന്നായിരുന്നു, കുഴപ്പമില്ല. പിന്നെ എന്തായാലും ഭയങ്കര ഡീപ്പ് ലൈറ്റ് ആയിട്ടാണ് ഡിന്നറിനെ കഴിച്ചത്. ആണോ? പ്ലേറ്റ് ഏതാ കഴിച്ച്? അതെ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ഗുഡ് സീ യു. ഗുഡ് നൈറ്റ്.